കേരള വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രണ്ട് പുരാതന ക്ഷേത്രങ്ങളിൽ ദൈവിക ശക്തിയുടെ പ്രകടനമായി വരുതുപോക്ക് ആദരിക്കപ്പെട്ടു. ഈ ശക്തികൾ രാത്രിയിൽ ക്ഷേത്രങ്ങളിൽ അലഞ്ഞു നടക്കുന്നു. പുണ്യസ്ഥലങ്ങളും നിധികളും കാത്തുസൂക്ഷിക്കുന്നു. വരുത്തുപോക്കിന്റെ രാത്രി പ്രദക്ഷിണങ്ങളിൽ കണ്ണുവെച്ചാൽ ദൈവങ്ങളാൽ തന്നെ അടിച്ചുവീഴ്ത്തപ്പെടും എന്നാണ് ഐതിഹ്യം. ഈ സൃഷ്ടി ദൈവികതയുടെ ഉഗ്രമായ സംരക്ഷകനായിരുന്നു. അതിന്റെ നോട്ടം ധീരരായ ആത്മാക്കളെപ്പോലും ഭയപ്പെടുത്തുന്നതായി പറയപ്പെടുന്നു. നിർഭാഗ്യകരമായ ഒരു രാത്രിയിൽ ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഒരു കൂട്ടം നിധിവേട്ടക്കാർ കാട്ടിലേക്ക് പോയി. ആദ്യത്തെ ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ ചന്ദ്രനാൽ പ്രകാശിതമായ വരുത്തുപോക്കിന്റെ ഗാംഭീര്യമുള്ള രൂപം അവർ കണ്ടു. ഭീതിയിൽ മരവിച്ച അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ വളരെ വൈകി. വരുത്തുപോക്കിന്റെ നോട്ടം അവരുടെ മേൽ പതിച്ചു. അവർ തൽക്ഷണം കല്ലായി മാറി. അവരുടെ നിലവിളികൾ അവരുടെ പരിഭ്രാന്തമായ മുഖത്ത് പ്രകടമായി. അടുത്ത ദിവസം രാവിലെ നിധിവേട്ടക്കാരുടെ വിധി ഗ്രാമവാസികൾ കണ്ടു. വരുത്തുപോക്ക് വീണ്ടും ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചതായി അറിയുന്നു. അന്നുമുതൽ സൃഷ്ടിയുടെ ദിവ്യശക്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം ദൂരവ്യാപകമായി വ്യാപിച്ചു, ഏതൊരു അതിക്രമികളെയും ഭീതിയിലാക്കി. ക്ഷേത്രങ്ങൾ സുരക്ഷിതമായി തുടർന്നു. വരുത്തുപോക്ക് അതിന്റെ നിത്യജാഗ്രത തുടർന്നു. ഇത് ദൈവങ്ങളുടെ അചഞ്ചലമായ സംരക്ഷണത്തിന്റെ തെളിവാണ് എന്നവർ തിരിച്ചറിഞ്ഞു.